അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ മഹത്തായ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന SYFൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജാതിയേരി, ഇത് ഉദ്ഘാടനം ചെയ്ത പാണക്കാട് സയ്യിദ് അബ്ദുൽ ഖയ്യൂം ശിഹാബ് തങ്ങൾ, സംസ്ഥാന ജനറൽ സെക്രട്ടറി P അഷ്റഫ് ബാക്കവി, ബഹുമാനപ്പെട്ട ഉസ്താദ് സ്വാലിഹ് ഉസ്താദ് അവർകൾ തുടങ്ങി നമ്മുടെ ഹസൻ ജിഫ്രി തങ്ങൾ തുടങ്ങിയ എല്ലാ ആലിമീങ്ങളെ, നാട്ടുകാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, എല്ലാവരും പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ നമുക്ക് കാണിച്ചു തന്ന പാതയിലൂടെ ചലിക്കുന്നവരാണ് ഈ ഒരുമിച്ച് കൂടിയവർ. അവസാനം വരെ അതിൽ നിന്ന് വ്യതിചലിക്കാതെ ശൈഖുന നമുക്ക് കാണിച്ചെന്ന പാതയിലൂടെ മുന്നേറാൻ അല്ലാഹു തആല നമുക്ക് ഉദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയ സഹോദരങ്ങളെ, ശൈഖുന നമുക്ക് കാണിച്ചെന്ന പാതയിൽ നമ്മുടെ നാടും നമ്മുടെ സഹോദരങ്ങളും മുന്നേറണമെങ്കിൽ വരും തലമുറയെ ശൈഖുനായുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താനും പഠിപ്പിക്കാനും വേണ്ടി നമ്മൾ രക്ഷിതാക്കളാകുന്ന നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ ആ വിധത്തിൽ സജ്ജരാക്കുന്നതിൽ ശൈഖുനായുടെ വെളിച്ചം എന്തായിരുന്നു എന്നും ശൈഖുന എന്തിനാണ് ഇവിടെ ജീവിച്ചതെന്നും ശൈഖുന എന്താണ് ഇവിടെ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമെന്നും നാം ഓരോരുത്തരും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തിനെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ശൈഖുന കാണിച്ച പാതയിൽ നിന്ന് ഒരു നിലക്കും വ്യതിചലിക്കാതെ മുന്നോട്ട് പോവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ഈ വൈകിയ വേളയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ശൈഖുനയാണ് പാനമാംഗ്ലൂർ എന്ന ഈ മഹത്തായ സ്ഥലത്തെ ഈ നിലക്ക് ഉയർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് എന്ന് നാം ഓരോരുത്തരും മറക്കരുത്. ശൈഖുനയുടെ കൂടെ ബഹുമാനപ്പെട്ട മൗലാന സമദ് ഉസ്താദ് മണ്ണാർമല, പാണക്കാട് അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട ശൈഖുൽ ഉലമ NK ഉസ്താദ് തുടങ്ങി മഹാരഥന്മാർ, ഉണ്ണിസ്താദ്, ബഹുമാനപ്പെട്ട അലവി ഉസ്താദ് തുടങ്ങിയവർ കാണിച്ചെന്ന പാതയിൽ നമ്മുടെ മക്കളെ എല്ലാവരെയും നാം അണിനിരത്തിക്കൊണ്ട് നമ്മുടെ ശബ്ദം, ശൈഖുന കാണിച്ചെന്ന ശബ്ദം ഇവിടെ വളർന്ന് പന്തലിച്ച് കാണാൻ ശൈഖുനാക്ക് വലിയ താല്പര്യമുണ്ട്. മരണപ്പെട്ടു പോയ നമ്മുടെ നേതാക്കന്മാർക്ക് താല്പര്യമുണ്ട്, ജീവിച്ചിരിക്കുന്ന നമ്മുടെ നേതാക്കന്മാർക്ക് താല്പര്യമുണ്ട്. ആ താല്പര്യം നാം ഓരോരുത്തരും മുദ്രാവാക്യമായിക്കൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് ഈ വൈകിയ വേളയിൽ എല്ലാവരും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.